പാചകവാതക വില വർധനയ്ക്കെതിരെയും ലഭ്യതക്കുറവിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് നടത്തുന്ന കേന്ദ്ര സർക്കാർ നടത്തുന്ന തെറ്റായ കേന്ദ്ര നയങ്ങൾക്കെതിരെയുമാണ് ഈ കേരളത്തിലുടനീളം ഇന്ത്യ രാജ്യത്ത് തന്നെ മഹിളാ അസോസിയേഷൻ എല്ലാ ഏരിയകളിലും പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഓരോ പാചകവാതക വില വർധന വന്നാലും അതുപോലെ തന്നെ ലഭ്യതക്കുറവ് വന്നാലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെ തന്നെയാണ്. അവർ അടുക്കളയിൽ കരിപുരണ്ട ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം സാഹചര്യങ്ങൾ ഒരുക്കുന്നത് തന്നെ. ആ യുദ്ധത്തിനെതിരെ ഒരു വാക്ക് പോലും മിണ്ടാതെ മോദി സർക്കാർ ഇരിക്കുന്നത് നമുക്കെല്ലാവർക്കും കാണാനായിട്ട് സാധിച്ചു. പക്ഷേ ഈ ഗ്യാസിൻ്റെ ലഭ്യതക്കുറവും അതുപോലെ തന്നെ ഗ്യാസ് വില വർധനയ്ക്കെതിരെയും കഴിഞ്ഞ ദിവസം തന്നെ നമ്മളുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു തന്നെ ഈ ജനകീയ ഹോട്ടലുകൾ ഉൾപ്പെടെ വൃദ്ധസദനങ്ങൾ ഉൾപ്പെടെ അത്തരം രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും ഗ്യാസിൻ്റെ ലഭ്യത പരമാവധി ഉറപ്പുവരുത്തണമെന്ന ആ ഉന്നതതല യോഗം വിളിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യുമ്പോൾ ഈ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി അമേരിക്കയെ പിന്തുണച്ചുകൊണ്ട് ട്രംപിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ടൊക്കെ തന്നെ മൗനം ഭജിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് ഈ ഇന്ത്യയിലേക്ക് കടന്നു കയറാനുള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ്. മഹിളാ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു. സുമന സുഗുതൻ, ഷീബ രജനീഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. 17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റൽസ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം. ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ്, ജോസൺസ് ബി ഡേ, നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576 9745451369. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.